മീനുകുട്ടിയെ പറ്റി എന്താ പറയാനില്ലേ? മീനുക്കുട്ടി നല്ല കൊച്ചാണ് അല്ലേ ഏട്ടാ? അല്ല അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് പറയാനുണ്ട്. ആ സാധാരണ നമ്മുടെ കണ്ണൂർക്കാരെ എല്ലാരെ വീട്ടിലും അതുപോലെ തന്നെ എല്ലാരെ വാഹനത്തിലെല്ലാം ഈ വീട്ടിന്റെ ഐശ്വര്യം മുത്തപ്പനാണെന്ന് വെക്കും. എന്റെ ഐശ്വര്യം മീനാക്ഷിയാണ്. അയ്യോ, അതെന്താ ചേട്ടാ അങ്ങനെ പറയാൻ കാരണം? മീനാക്ഷി മറന്നാലും ഞാൻ മറക്കൂല. ഒരു 11 വർഷം മുന്നേ ഞാൻ ഒരു വണ്ടി എടുത്തു. ആ വണ്ടിയിൽ ഒരാഴ്ച എനിക്ക് ട്രിപ്പൊന്നും കിട്ടാതെ ഞാൻ വീട്ടിൽ കയറ്റിയിടലായിരുന്നു. നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഏതോ ഷോറൂമിന്റെ നിൽക്കുന്ന വണ്ടി എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, ട്രിപ്പ് ഉണ്ടോന്ന് ചോദിച്ചു. അത് പറഞ്ഞു. ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു രസിൻ എന്ന് പറഞ്ഞ ചെങ്ങായി ഒരു ഫോട്ടോ വരച്ചിട്ട് മട്ടന്നൂർ വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മീനാക്ഷി എത്തിയത്. അപ്പോ അതിന്റെ ഡ്രൈവറായിട്ട് എന്നോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വരാ, ഫസ്റ്റ് ട്രിപ്പാണ്, എന്തായാലും ഇതുപോലെ ഒരാളെ കയറ്റുന്നത് എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 10:30 മണിക്കാണ് ഞാൻ വന്ന് മട്ടന്നൂരിൽ നിന്ന്. മീനാക്ഷിന്റെ അച്ഛനും ഒരു കസിനും ഉണ്ടായിരുന്നു. അന്ന് കഴിഞ്ഞ ഒരു 24 മണിക്കൂർ കൊണ്ട് ആ പറഞ്ഞാൾ മാറ്റി പറഞ്ഞു, ഏതായാലും വണ്ടിയെടുത്ത് അടിപൊളിയായി, നല്ല ട്രിപ്പ് കിട്ടിയല്ലോ. ഓട്ടക്കാരനും വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടം ഉണ്ടായോ? അത് കഴിഞ്ഞിട്ട് ഒരുപാട് സെലിബ്രിറ്റി എന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. 3-4 ആൾക്കാർ സ്ഥിരമായിട്ട് തന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. മീനൂട്ടി കയറിയോണ്ട് എന്റെ ഐശ്വര്യം മീനൂട്ടി. മീനൂട്ടിയാണ് അവിടുത്തെ വീടിന്റെ ഐശ്വര്യല്ലേ? അതെ, വണ്ടിയുടെ ഐശ്വര്യം, എന്റെ വീടിന്റെ ഐശ്വര്യം, വണ്ടിയുടെ ഐശ്വര്യം ഐശ്വര്യങ്ങളും മീനൂട്ടിയാണ്. രണ്ടും ഐശ്വര്യം. ഒരു ഓട്ടോയിൽ നമുക്ക് തുടങ്ങിയ കാര്യം ചേട്ടൻ ദിയക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ടാണ് വന്നതെങ്കിലും ഞെട്ടിയത് മൊത്തം ഞാൻ. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ലാത്ത കാര്യമാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് മൊത്തം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യം ഒന്നും അറിയില്ല. 11 വർഷം മുന്നേ. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുന്ന വലിയൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. മീനുകുട്ടിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മീനുകുട്ടി അങ്ങനെയാണ്. മീനുകുട്ടി എവിടെ വരുന്നോ അവിടെ ഒരു പ്രസൻസ് ഉണ്ടാവും, അവിടെ ഒരു അതിൻ്റെ ഒരു സുഗന്ധം അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നന്മയുടെ സുഗന്ധമാണ് മീനുകുട്ടിക്ക്. അത് സ്നേഹത്തിൻ്റെയാണ്. അത് അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേർക്ക് ഇന്നും ഭാവിയിലും ഒക്കെ അത് വളരെയധികം വലിയ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമില്ല കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. സ്പെഷ്യൽ താങ്ക് യു കേട്ടോ. ഇനി വരുമ്പോ കാണാം. ടോപ്പ് സിംഗറിന്റെ അഭിമാനം അല്ലേ? ടോപ്പ് സിംഗറിന്റെ ഐശ്വര്യം, നമ്മുടെ ഐശ്വര്യം, അഹങ്കാരവും. ഓക്കെ. മീനുട്ടി ആദ്യം ഇരുന്ന വണ്ടി ഇപ്പോഴും ഉണ്ടോ? ഉണ്ട് സാർ, ഞാൻ കൊടുത്തിട്ടില്ല. ഇല്ല, ഞാൻ കൊടുക്കില്ല. മീനുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഫോട്ടോ എടുത്തിട്ടുണ്ട് സാർ. 11 കൊല്ലായി. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരാഴ്ച അതിന്റെ വേക്കിൽ നടന്നു. അത് ഓണായി കിട്ടിയില്ല. ഇന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് എടുക്കണം. ഇപ്പൊ ചേട്ടന് ഫോൺ ഉണ്ടോ? അന്ന് നമുക്ക് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കോ? യെസ്. ഇതൊരു ഉഗ്രം മൊമെന്റ് ആണ് കേട്ടോ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6. ടോപ്പ് സിംഗർ തന്നെ ഇതൊരു ഉഗ്രം മൊമെന്റ് ആണ്.